Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 70. രചനയും അവതരണവും രഘുദാസ് കട്ടങ്കൽ. ഈ ആഴ്ച അവസാനം തിരുവനന്തപുരത്തേക്ക് പോയാ മതിയെന്നല്ലേ നീ പറഞ്ഞത്? ബാഗും പിടിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന വിശ്വൻ ശാരദാമ്മയുടെ ചോദ്യം കേട്ട് തന്റെ കയ്യിലിരുന്ന കിച്ചൂട്ടനെ രശ്മികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്മയുടെ നേരെ തിരിഞ്ഞു. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ഫോൺ വന്നിരുന്നു. അമ്മേ, ഞാനെന്തായാലും വൈകിട്ടത്തേക്ക് തിരിച്ചെത്തും. അതും പറഞ്ഞിട്ട് അവൻ രശ്മികയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കിച്ചൂട്ടന്റെ കുഞ്ഞി കവളിൽ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി. അച്ഛൻ വൈകിട്ട് വരുമെന്ന് ഉറപ്പുള്ളതുപോലെ യാതൊരു സങ്കടവുമില്ലാതെ രശ്മികയുടെ കയ്യിലിരുന്ന് കിച്ചൂട്ടനും അച്ഛന് സന്തോഷത്തോടെ ടാറ്റ കൊടുത്തു. അവനിപ്പോ ആ വീടുമായി സെറ്റായി കഴിഞ്ഞിരുന്നു. അത് കണ്ട് ചിരിച്ചു നിന്ന ശാരദാമ്മയുടെ മുഖം പെട്ടെന്നാണ് എന്തോ ഓർമ്മയിൽ ചൊളിഞ്ഞത്. ആ അനന്തനെ കാലത്തെ പോയി ഒന്ന് കാണാന്ന് കരുതിയതാ ഞാൻ. വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ തിരിച്ചു വന്ന അവനെ കാണാനുള്ള അമ്മയുടെ ആഗ്രഹവും അതിനൊരു തടസ്സം വന്നതിന്റെ ഇച്ഛാഭംഗവും മനസ്സിലാക്കിയ വിശ്വൻ സ്നേഹത്തോടെ അമ്മയെ ഒന്ന് ചേർത്തു പിടിച്ചു. ഇപ്പോ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലമ്മേ, ദേവൻ അവനെയും കൂട്ടി ഡിവൈഎസ്പി കാണാൻ പോയിരിക്കുക. അനന്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ വിശദമായി നോട്ട് ചെയ്തിട്ട് വേണം അതിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുക്കാൻ. അതൊക്കെ കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും എന്തായാലും ഉച്ച കഴിയും. വൈകിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാം. വിശ്വൻ പറഞ്ഞതിലെ കാര്യം മനസ്സിലായ ശാരദാമ്മ സമ്മതമെന്നോണം തലകുലുക്കി. അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അവൻ പതുക്കെ പുറത്തേക്ക് നടന്നു. കിച്ചൂട്ടനെയും എടുത്തുകൊണ്ട് അവന് പിന്നാലെ പോകുന്ന രശ്മികയെ കണ്ടതും ശാരദാമ്മയുടെ ചുണ്ടിൽ വാത്സല്യം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. പതുക്കെ പൂവിട്ട് തുടങ്ങുന്ന അവരുടെ ആ ബന്ധത്തിന് അവർക്ക് അവകാശപ്പെട്ട സ്വകാര്യത ഒരുക്കിക്കൊണ്ട് ശാരദാമ്മ അവർക്ക് പിന്നാലെ പോകാതെ അവിടെ തന്നെ നിന്നതേയുള്ളൂ. വാതിൽക്കലെത്തിയ വിശ്വൻ ഒന്ന് തിരിഞ്ഞു നിന്നു. വാതിൽപ്പടിയിൽ കിച്ചൂട്ടനെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന രശ്മികയായിരുന്നു അവന്റെ നോട്ടം. വൈകിട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അവന്റെ ശബ്ദത്തിലെ കരുതൽ തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിൽ വേണ്ട എന്നർത്ഥം വരും വിധം അവളൊന്ന് മൂളി. അവളുടെ ആ നിൽപ്പ് കണ്ട് വിശ്വന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. പറ്റിയാല് നാളെ നമുക്ക് തന്റെ വീട്ടിലേക്കൊന്ന് പോകാം. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോയില്ലല്ലോ. അതിനും അവളിൽ നിന്നും ആ പഴയ മൂളൽ മാത്രമാണ് മറുപടിയായി വന്നത്. പക്ഷെ ആ കണ്ണുകളിൽ നേരിയ ഒരു തിളക്കം വന്നിട്ടുണ്ടായിരുന്നു. മൂളൽ മാത്രമേ ഉള്ളൂ അല്ലേ എപ്പോഴും? ചോദ്യത്തോടൊപ്പം പെട്ടെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ വിശ്വൻ കൈ നീട്ടി അവളുടെ തുടുത്ത കവളിൽ കുസൃതിയോടെ ഒന്ന് കിള്ളി. എന്നിട്ട് കിച്ചൂട്ടന്റെ കവളിൽ ഒരു ഉമ്മയും കൂടി നൽകിയിട്ട് അവൻ വേഗത്തിൽ പടികളിറങ്ങി നടന്നു. അപ്രതീക്ഷിതമായ അവന്റെ ആ പ്രവൃത്തിയിൽ രശ്മിക ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അവൻ കിള്ളിയ വലത് കവളിലേക്ക് അവളുടെ വിരലുകൾ അറിയാതെ ചെന്ന് ചേർന്നു. ആ ചുണ്ടിൽ ക്രമേണ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനെ പിന്തുടർന്ന ആ കണ്ണുകളിൽ തങ്ങളോടുള്ള കരുതലിൽ നിന്നും ഉയർക്കൊണ്ട സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. മുറ്റത്ത് കിടന്നിരുന്ന ഔദ്യോഗിക വാഹനത്തിന്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്ന വിശ്വൻ ഗ്ലാസ് താഴ്ത്തി അവരെ നോക്കി സ്നേഹത്തോടെ ഒന്നുകൂടി കൈവീശി. ഉള്ളിലെ ചിന്തകൾ കണ്ണുകളിൽ ഒളിപ്പിച്ചുകൊണ്ട് രശ്മിക കിച്ചൂട്ടന്റെ കുഞ്ഞി കയ്യിൽ പിടിച്ച് അച്ഛന് തിരികെ ടാറ്റ നൽകി. വണ്ടി പതുക്കെ ഗേറ്റ് കടന്നു പോകുമ്പോഴും അവളുടെ മുഖത്തെ ആ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. ഗൗരിയുടെ വലിയച്ഛൻ ഗിരിജന്റെ വീടിന്റെ സ്വീകരണമുറിയിൽ കൂടിയിരിക്കുകയായിരുന്നു അവരെല്ലാം. വല്യമ്മ സരസ്വതി ഭർത്താവിന്റെ തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിപ്പുറപ്പിച്ചപ്പോ അപ്പച്ചി കല്യാണിയും ഭർത്താവ് ഹരിഹരനും അവരുടെ അടുത്തുള്ള സെറ്റിയിലായിരുന്നു ഇരിപ്പ്. അരുണും ഭാര്യ ലക്ഷ്മിയും വിഷ്ണുവും തൊട്ടടുത്തായി മറ്റ് കസേരകളിലും. ആ മുറിയുടെ ഒരു കോണിലിരുന്ന് 4 വയസ്സുകാരൻ ആദിത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ടിവിയിൽ കാർട്ടൂൺ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. മുതിർന്നവരുടെ ലോകത്തെ സങ്കടങ്ങളോ കുറ്റബോധങ്ങളോ ഇല്ലാത്ത ബാല്യം. എന്നാൽ അവിടെ കൂടിയിരുന്ന മറ്റെല്ലാവരുടെയും മുഖത്ത് കുറ്റബോധത്തിന്റെ ഇരുൾ വീണ് കിടക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അനന്തൻ ജീവനോടെ തിരികെ വന്നതിനെക്കുറിച്ചും ഗൗരിക്ക് തങ്ങളോടുള്ള അകൽച്ചയെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു അവരെല്ലാം. നെടുവീർപ്പോടെ ഗിരിജനാണ് ആദ്യം നിശബ്ദത ഭേദിച്ചത്. അനന്തൻ തിരികെ വന്നല്ലോ, പക്ഷെ ഇനി എന്ത് മുഖം വെച്ചാ നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുക? അവരോട് നമ്മൾ ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ കണക്കില്ലല്ലോ. ആ വാക്കുകളിൽ കടുത്ത പശ്ചാത്താപം നിറഞ്ഞു നിന്നിരുന്നു. അത് കേട്ടപ്പോ അപ്പച്ചി കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ ഏട്ടാ, അന്ന് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ അവരെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം നമ്മളും അവരെ തള്ളി പറഞ്ഞില്ലേ? സ്വന്തം ലാഭത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ നമ്മൾ വല്ലാതെ ദ്രോഹിച്ചുപോയി. ഇപ്പൊ ഓർക്കുമ്പോ നെഞ്ച് നീറുക.
ഇതൊക്കെ കേട്ടുകൊണ്ട് ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ ഇരിക്കുകയായിരുന്നു വിഷ്ണു. അവൻ പെട്ടെന്ന് തന്റെ അമ്മയെ നോക്കി പൊട്ടിത്തെറിച്ചു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യ? എല്ലാം അമ്മ കാരണമാ. അന്ന് അമ്മ പറഞ്ഞിട്ടല്ലേ അനന്തനെ കൊല്ലാൻ ശ്രമിച്ചതിന് വരെ ഞാൻ കൂട്ടുന്നത്. എന്റെ സ്വന്തം മകളായ വൈശാഖിയോട് പോലും ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ. വിഷ്ണുവിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഭാരം അവനെ വല്ലാതെ വേട്ടയാടുന്നത് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയായിരുന്നു അരുൺ. അനന്തനെയും ഗൗരിയെയും അത്രത്തോളം മാറ്റി നിർത്തിയതിലും അപമാനിച്ചതിലും അവനും വല്ലാത്ത കുറ്റബോധമുണ്ട് എന്നത് അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. കുറ്റബോധം കൊണ്ട് നീറുന്ന ആ കുടുംബങ്ങളെ നോക്കി ഒടുവിൽ ലക്ഷ്മി തന്നെ സംസാരിച്ചു തുടങ്ങി. വളരെ പക്വതയോടെ അവൾ എല്ലാവരെയും സമാധാനിപ്പിച്ചു. നമ്മൾ ഗൗരിയോടും അനന്തനോടും ചെയ്തതൊക്കെ അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അതൊക്കെ പൊറുക്കാനാവാത്ത തെറ്റുകൾ തന്നെയായിരുന്നു. എല്ലാവരും അതിൽ ആത്മാർത്ഥമായി ദുഃഖിക്കുന്നുണ്ടെന്ന് നമ്മൾ ഗൗരിയോട് ഒരിക്കൽ പറഞ്ഞതുമാണല്ലോ. ഇനി അവർക്ക് കുറച്ച് സമയം കൊടുക്കുന്നതാ ഏറ്റവും നല്ലത്. മുറിവുണങ്ങാൻ സമയം വേണം. കാലം മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ ബന്ധങ്ങളൊക്കെ പഴയതുപോലെ കൂടിച്ചേരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോ അവരുടെ എല്ലാം മനസ്സിലെ ഭാരം ഒരല്പം കുറഞ്ഞതുപോലെ തോന്നി. ഹരിഹരൻ അമ്മാവൻ തലകുനിച്ചിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി. എന്തായാലും നീ ആദ്യം പോയി അനന്തനോട് മാപ്പ് പറയണം വിഷ്ണു. അച്ഛന്റെ ഗൗരവം നിറഞ്ഞ നിർദ്ദേശം കേട്ട് വിഷ്ണു നിറഞ്ഞ കണ്ണുകളോടെ തലകുലുക്കി. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഞാൻ ഇന്ന് തന്നെ പോയി അവനെ കാണാം. എന്റെ തെറ്റുകൾക്കെല്ലാം അവനോട് ഞാൻ മാപ്പ് ചോദിക്കും. ഇതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് ലക്ഷ്മിയുടെ മനസ്സ് അപ്പോൾ ആശ്വാസം കൊള്ളുകയായിരുന്നു. തെറ്റുകളിൽ കൂടെ സഞ്ചരിച്ചിരുന്ന ആ കുടുംബത്തെ നേർവഴിക്ക് നടത്താൻ താൻ കാലങ്ങളായി ശ്രമിച്ചത് ഫലം കണ്ടതിന്റെ ചാരിതാർത്ഥ്യം അവളിലും തിളങ്ങി നിന്നു. സ്വന്തം അനിയന്റെ കുടുംബത്തോട് ചെയ്തു പോയ തെറ്റുകളുടെ കുറ്റബോധം വല്യച്ഛന്റെയും അപ്പച്ചിയുടെയും മനസ്സുകളിൽ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പ്രായശ്ചിത്തം കൊണ്ടുള്ള സമാധാനവും സന്തോഷവും അകലെയല്ല എന്നുള്ള വിശ്വാസവും അഹങ്കാരവും സ്വാർത്ഥതയും വെടിഞ്ഞ് തെറ്റുകൾ തിരിച്ചറിഞ്ഞത് മൂലം കാലങ്ങൾക്കൊടുവിൽ ബന്ധങ്ങൾ വീണ്ടും തളിർക്കുമെന്ന ആശ്വാസവും അവരുടെ എല്ലാം മനസ്സിൽ പതിയെ വേരോടുന്നുണ്ടായിരുന്നു. ഉച്ചമയക്കം കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിലാസിനി അമ്മ. അടുക്കളയിൽ അവർ പഴം പൊരിക്കാനുള്ള പഴമരിയുകയാണ്. അനന്തനെയും കൊണ്ട് ഡിവൈഎസ്പിയുടെ അടുത്ത് പോയിട്ട് തിരികെ എത്തിയ ദേവൻ തന്നോട് കാര്യങ്ങളൊന്നും വിശദീകരിക്കാതെ നേരെ അവന്റെ മുറിയിലേക്ക് കയറിപ്പോയതിന്റെ ചുരുക്ക് അവരുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. നേരത്തെയൊക്കെ സ്റ്റേഷനിൽ നിന്നും വന്നാൽ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ ആദ്യം തന്നോട് ഓടി വന്ന് പറഞ്ഞിരുന്ന ചെറുക്കനാ. കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ അമ്മയെ വേണ്ട. ആ തലയണ മന്ത്രത്തിന്റെ ഒരു ശക്തിയേ. ഇങ്ങനെ പോയി വിലാസിനിയമ്മയുടെ ചിന്തകൾ. അത്തരം ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുത്തിയ ദേഷ്യം മുഴുവൻ അവർ ആ പഴംപൊരിക്ക് വേണ്ടി അരിയുന്ന പഴത്തോട് തീർക്കുന്നുണ്ടായിരുന്നു. കത്തിയുടെ വാശിയോടെയുള്ള തട്ടലേറ്റ് കട്ടിംഗ് ബോർഡ് ദയനീയമായി കരഞ്ഞു. പെട്ടെന്നാണ് ദേവന്റെയും ഗൗരിയുടെയും മുറിയിൽ നിന്നും ഗൗരിയുടെ കരച്ചിൽ കേട്ടത്. ആരോ പിടിച്ചു തല്ലിയതുപോലെ ഹൃദയം പൊട്ടിയുള്ള ഒരു നിലവിളി. അത്രയും നേരം വിലാസിനിയമ്മയുടെ മനസ്സിൽ മരുമകളോടുണ്ടായ ദേഷ്യവും പരിഭവവും ഒക്കെ ആ ഒരൊറ്റ നിമിഷത്തിൽ എങ്ങോട്ടോ ആവിയായി പോയി. ഉടുത്തിരുന്ന സാരിയുടെ വലപ്പ് കൊണ്ട് കയ്യിലെ വെള്ളം തുടച്ചിട്ട് അവർ ധൃതിയിൽ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും വാ വിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ഗൗരി അവരെ വട്ടം ചുറ്റിപ്പിടിച്ചിട്ട് ഒളിക്കാൻ എന്നോണം അവരുടെ പിന്നിലേക്ക് മാറി. പിന്നാലെ അവളെ തല്ലാൻ എന്നോണം അതിയായ ദേഷ്യത്തോടെ കൈ ഉയർത്തിക്കൊണ്ട് പാഞ്ഞു വരുന്ന ദേവനെ കണ്ട് വിലാസിനിയമ്മ മുഖം ചൊളിച്ചു. അമ്മ അങ്ങോട്ടൊന്ന് മാറിക്കേ, അവൾക്കിട്ടെ രണ്ടെണ്ണം കൊടുക്കട്ടെ ഞാൻ. ദേഷ്യത്തോടെയാണ് ദേവന്റെ അലർച്ച. അമ്മേ, ഇത് കണ്ടു അമ്മേ, ദേവേട്ടൻ എന്നെ തല്ലിയമ്മേ. വിലാസിനിയമ്മയുടെ പിന്നിൽ നിന്നും മാറാതെ സാരിത്തുമ്പിൽ പിടിച്ച് ഗൗരി ഏങ്ങലടിച്ച് കരഞ്ഞു. എന്താടാ ഈ കാണിക്കുന്നേ? വിലാസിനിയമ്മ ശബ്ദമുയർത്തി. ഈ കല്ലാട്ട് ഇന്നേ വരെ ആണുങ്ങളെ ഭാര്യ വരെ തല്ലിയിട്ടില്ല, അറിയോ നിനക്ക്? മുന്നോട്ട് വന്ന ദേവനെ പിന്നിലേക്ക് ശക്തിയായി തള്ളിമാട്ടിക്കൊണ്ടാണ് വിലാസിനിയമ്മ ചോദിച്ചത്. അമ്മ എന്തെറിഞ്ഞിട്ട് അവളെ രക്ഷിക്കുന്നത്? അവൾക്ക് അഹങ്കാരമാണമ്മേ. ദേവൻ ഒട്ടും അടങ്ങാതെ കലിതുള്ളി. എന്തഹങ്കാരമെന്നാ നീ പറയുന്നേ? എന്ത് കാരണമായാലേ കെട്ടിയ പെണ്ണിനെ തല്ലുന്നത് ആണത്തമല്ല. നീ കാര്യം പറയും. വിലാസിനിയമ്മ അവന് വിലങ്ങനെ നിന്നു. അമ്മ തന്നെ ചോദിക്ക് അവളോട്. എളിക്ക് കൈകൾ കുത്തി ദേഷ്യം അടക്കാൻ എന്നോണം ദേവൻ മാറി നിന്നപ്പോ വിലാസിനിയമ്മ തിരിഞ്ഞ് ഗൗരിയുടെ മുടിയിൽ വാത്സല്യത്തോടൊന്ന് തലോടി. എന്താ മോളെ പ്രശ്നം? എന്തിനാ അവൻ മോളെ തല്ലിയത്? വിലാസിനിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു. അമ്മ, കല്യാണം കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും കൂടി എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് സ്വാഭാവികമല്ലേ? ഗൗരി തേങ്ങലോടെ ചോദിച്ചു. അതെ, അതിനെന്താ? വിലാസിനിയമ്മ തലകുലുക്കി. അങ്ങനെ എനിക്കൊന്ന് പോകണമെന്ന് പറഞ്ഞതിനാ ദേവേട്ടൻ എന്നെ തല്ലിയത്.
അത് കേട്ടതോടെ വിലാസിനിയമ്മ വീണ്ടും അതിയായ ദേഷ്യത്തോടെ ദേവന് നേരെ തിരിഞ്ഞു. എന്തോ നാടാ കൊച്ചു പറയുന്നേ? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നീ അതിനെ തല്ലിയത്? അമ്മ അവളോട് ചോദിച്ചേ എവിടെ അവൾക്ക് പോകേണ്ടതെന്ന്. ദേവൻ ഒട്ടും വിട്ടുകൊടുക്കാതെ നിന്നു. സംശയത്തോടെ വിലാസിനിയമ്മ വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞു. എവിടെയാ മോളെ നിനക്ക് പോകേണ്ടത്? കുളു. എവിടെ? കുളു മണാലി. വിലാസിനിയമ്മ കണ്ണും തള്ളി അവളെ നോക്കി. അതെ അമ്മേ, ഇത്ര അടുത്തുള്ള ഒരു ചെറിയ സ്ഥലമല്ല ഞാൻ പറഞ്ഞത്. ചിലരൊക്കെ സിംഗപ്പൂരും സ്വിറ്റ്സർലൻഡിലും ഒക്കെയാ ഹണിമൂണിന് പോകുന്നേ. നമ്മുടെ കല്ലാട്ടെ ആണുങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ അമ്മേ? കരഞ്ഞ് മൂക്കു പിഴിഞ്ഞും കൊണ്ടുള്ള നിഷ്കളങ്കമായ ചോദ്യം വിലാസിനിയമ്മയുടെ നെഞ്ചിൽ കൃത്യമായി പറഞ്ഞാൽ അവരുടെ തറവാടിന്റെ അഭിമാനത്തിൽ തന്നെ ചെന്നുകൊണ്ടു. കല്ലാട്ടെ ആണുങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ എന്ന ആ ചോദ്യം അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അഭിമാനത്തിന് കോട്ടം തട്ടിയതുപോലെ വിലാസിനിയമ്മ ദേവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പോഴാണ് ഗൗരി അടുത്ത ചീട്ടങ്ങ് ഇറക്കിയത്. അനന്തേട്ടൻ വൈശാഖിയെ കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടമ്മേ. അതുകൂടി കേട്ടതോടെ വിലാസിനിയമ്മയ്ക്ക് തികഞ്ഞു. താങ്കളുടെ കുടുംബത്തിലെ ചെറുക്കൻ മാത്രം ഇതിലൊന്നും അങ്ങനെ പിന്നിലാകാൻ പാടില്ലല്ലോ. എവിടെയാന്ന് വെച്ചാ നീ ഇവളെയും കൊണ്ടങ്ങ് പോയിക്കോണം, കേട്ടല്ലോ. വിലാസിനിയമ്മ രാജശാസനം പുറപ്പെടുവിച്ചു. ഓ അമ്മേ. ദേവൻ അനുസരണയുള്ള മകനായി. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു എന്ന മട്ടിൽ ദേവൻ ഗൗരിയെ ഒന്നുകൂടി നോക്കി പേടിപ്പിച്ചിട്ട് തിരിഞ്ഞകത്തേക്ക് നടന്നു. താങ്ക് യു അമ്മേ. അല്ലേലും ദേവേട്ടന് അമ്മയെ മാത്രമേ പേടിയുള്ളൂ. അതും പറഞ്ഞ് അവൾ സന്തോഷത്തോടെ വിലാസിനിയമ്മയുടെ കവളിൽ ഒരു ഉമ്മയും നൽകി. ഞാൻ ആരാ മോള് എന്നൊരു ഗമയിൽ വിലാസിനിയമ്മ നിന്നപ്പോ ഗൗരി കണ്ണുനീര് തുടക്കുന്നത് പോലെ കാണിച്ച് ഒരു കള്ളച്ചിരിയോടെ വേഗത്തിൽ മുറിക്കുള്ളിലേക്ക് ഓടി. വാതിൽ കടന്ന് അകത്തേക്ക് കയറിയതും കാത്തു നിന്നിരുന്ന രണ്ട് കരുത്തുറ്റ കൈകൾ വന്ന് അവളെ പൊതിഞ്ഞ് മുകളിലേക്ക് ഉയർത്തി. ചിരി കടിച്ചമർത്തിക്കൊണ്ട് അവൾ ദേവന്റെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. പുറത്ത് ഇതൊന്നും അറിയാതെ കല്ലാട്ട് തറവാടിന്റെ അഭിമാനം കാത്തതിന്റെ സന്തോഷത്തോടെ വിലാസിനിയമ്മ വീണ്ടും പഴംപൊരി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് നടന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്